ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പ്രജൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പ്രജൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ദാ അവിടെ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ സേമിയ പായസം പ്രജൂട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ്. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പായസം ഉണ്ടാക്കിയിട്ട് അവനെ പോയി വിളിക്കണം. ഞാൻ എന്താ സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രജൂട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവിടെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, എങ്ങനെയുണ്ട് എൻ്റെ പായസം? എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രജൂട്ടൻ്റെ ബർത്ത്ഡേ എന്ന് തന്നെ നമുക്ക് പുതിയൊരു വേറൊരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെന്ന് നമുക്ക് കാണാം. ഇതെൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പം നമ്മൾ കൂട്ടുകാരായ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. കേക്ക് ഡിഗ്രി പഠിച്ചിറങ്ങി തൊട്ട് ജസ്റ്റ്. അപ്പൊ അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് അന്ന് നമ്മൾ ഡിഗ്രിയൊക്കെ തോറ്റുപോയി. നമുക്ക് ഡിഗ്രി ഒന്നും കിട്ടിയില്ല ഗൈസ്. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മളെ കൊച്ചിന് 6 വയസ്സായ സുദിനത്തിൽ ആ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ അച്ഛൻ എന്റെ ഹസ്ബൻഡ് ഡിഗ്രി എഴുതിയെടുത്തിരിക്കുകയാണ് ഗായ്സ്, തോറ്റു കൊടുക്കാതെ. സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്താണ്, അത് ഓപ്പൺ ചെയ്യുന്ന ചടങ്ങാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ചെറിയങ്കായിരുന്നു. കഥയും കൂടെ ഞാൻ പറയുന്നത്. ഞാൻ ചെറിയങ്കായിരുന്നു. ഇവിടെ വർക്കലായിരുന്നു. നമ്മള് ഒരു ഡാറ്റ എൻട്രി കോഴ്സ് പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു ആയുർവേദ കോളേജിനടുത്തുള്ള ഒരു സെന്ററിൽ പോയി. സെന്ററിൽ പോയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത് അപ്പോഴേ, അതായത് 2012 ഇപ്പൊ 2025 ഞാൻ പഠിച്ചിറങ്ങി നീണ്ട 13 വർഷത്തിന് ശേഷം എനിക്ക് ഡിഗ്രി കിട്ടിയിരിക്കുകയാണ്. മോന്റെ 6ാമത്തെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചത്. ആ ജന്മദിനത്തിൽ അച്ഛന് ഡിഗ്രി നേടിയിരിക്കുകയാണ്. അപ്പൊ മറ്റേ രാജാവിന്റെ കഥയിലെ രാജാവാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? തോക്കും പിന്നെ എഴുതും, തോക്കും പിന്നെ എഴുതണം. ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത്. നേടും വരെ. ഇത്ര വർഷം താമസിക്കാനൊക്കെ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അൺബോക്സിംഗ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ അൺബോക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കർമ്മം നിർവഹിക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളെ മകൻ ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ നീണ്ട വർഷത്തെ 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
എത്ര തോൽവികൾ ഉണ്ടായാലും നമ്മൾ പിന്നോട്ട് പോവരുത്. നമ്മളത് നേടും വരെ പൊരുതിക്കൊണ്ടേയിരിക്കണം. തോക്കും ജയിക്കും അതൊക്കെ ഒരു നമ്മളങ്ങനെ നേടിയെടുക്കാം വാശിയോടുകൂടി. അപ്പൊ നമ്മളെ കൊച്ചിനിതാ അവൻ ഡിഗ്രി എടുക്കാറായ നമുക്കത് നേടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ. നമുക്ക് വീഡിയോക്ക് സ്വാഗതം. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഒരിക്കലും സ്വാഗതം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛന് പരീക്ഷയ്ക്ക് ജയിച്ചിട്ടുണ്ട്. കന്നഡ പ്രജുട്ട, നമ്മളെ കല്യാണത്തിന് മുമ്പ് നിന്റെ അച്ഛനും ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് അച്ഛൻ ഈ പരീക്ഷ എഴുതിയാണ്. എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് വരുന്നത്. ഇത് കിട്ടാത്തോണ്ട് നേരത്തെ ഈ വീഡിയോ പറഞ്ഞ കണക്കൊന്നുമല്ല. ഡിഗ്രി കിട്ടിയിട്ട് എത്ര ചെയ്യാന്ന് ഒരുപാട് ആൾക്കാർ ഡിഗ്രി കിട്ടിയിട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അർഹതപ്പെട്ട ജോലിയൊന്നും കിട്ടാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ഒരു ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ഉയർന്ന സാലറിയും ഉയർന്ന പോസ്റ്റൊന്നും കിട്ടാതെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ നീണ്ട പഠിച്ചിറങ്ങി 13 വർഷത്തിന് ശേഷം കിട്ടി. ഇതുകൊണ്ട് മെച്ചമുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ പോരാടുക, പഠിക്കുക, പോരാടുക. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതല്ല, ഒരു നല്ലൊരു മനുഷ്യനാവുക എന്നതാണിത്. പഠിത്തം കൊണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും വിവരമാണ് വേണ്ടത്. അല്ലാതെ ജോലി അതിന്റെ ഭാഗമാണ്. നല്ലൊരു പൗരനാവുക, ചെറിയൊരു മോട്ടിവേഷനുടെ അല്ല ഞാൻ പറഞ്ഞത്. എല്ലാം ഒന്നും മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് സർട്ടിഫിക്കറ്റ്. പ്രജുട്ട കമോൺ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പരിശ്രമിച്ച് നേടിയെടുത്തിരിക്കുകയാണ് ഗൈസ് 13 വർഷം. അപ്പോൾ ഈ വീഡിയോ നേരത്തെ പറഞ്ഞ കണക്കൊന്നുമല്ല. ഈ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കിട്ടിയ സർട്ടിഫിക്കറ്റിന് വിലയില്ലെന്നൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഒരു ഒരുപാട് ആൾക്കാർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ജോലിയില്ലാതെ നിൽക്കുന്നത്. അതൊരു നിവൃത്തികേടായിരിക്കും. അതിനൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പ്രൊമോഷന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഉയർന്ന സാലറിക്ക് വേണ്ടി ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, പോരാടുക. ഓക്കെ, ക്യാമറാമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രജൂട്ടനൊപ്പം ക്യാമറമാൻ പ്രജൂട്ടനൊപ്പം കേരള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ടാറ്റാ, ബൈ ബൈ, സീ യു.